വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസ് ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. ഫഫഹംനാഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്ത്വയ്ർ വകുന്നാ ഫാഇലീൻ. വഅല്ലംനാഹു സൻഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും ഫഹൽ അൻതും ശാകിറൂൻ. വലിസുലൈമാന الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഏവരെയും പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാന റബ്ബേ, നിൻ്റെ വിശുദ്ധമായ ഈ വാക്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ നാഥ. ഖുർആൻ പഠനത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാഹ്. സൂറ അൽ അംബിയയിലെ പ്രവാചകന്മാരെ സംബന്ധിച്ച്, അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്താണ് നമ്മളുള്ളത്. തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ മഹാനായ
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടതിന് ശേഷം അള്ളാഹു അദ്ദേഹത്തെ എവിടേക്കാണ് കൊണ്ടുപോയത്, പിന്നീട് അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക ചെയ്തത്. നല്ല ഒരു നാട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അർലില്ലത്തി ബാറഖ്ന എന്ന് പറയുന്നുണ്ട്. നാം ബറക്കത്ത് ചെയ്ത അനുഗ്രഹീതമായൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിന് സന്താനത്തെ നൽകിയതും ഒക്കെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനും ഇതുപോലെ പരീക്ഷണങ്ങൾക്ക് വിധേയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമൂഹം ലൂത്തിനെ സമ്പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ ആളുകൾ തള്ളിപ്പറഞ്ഞിട്ടും എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ടും ലൂത്ത് അലൈഹിസ്സലാമയുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടായിരുന്നത്. കാരണം സത്യത്തിൻ്റെ കൂടെ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരുടെ കൂടെ, സത്യവിശ്വാസികളുടെ കൂടെ ഉണ്ടാവുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഈ സമൂഹം പൂർണ്ണമായിട്ടും ലൂത്തിനെ തള്ളിക്കളഞ്ഞപ്പോൾ, വളരെ പച്ചയായിട്ട് ലൂത്തിനെ വെല്ലുവിളിച്ചപ്പോൾ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നശിപ്പിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആ 2 പുത്രിമാരെയും അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. അത് അള്ളാഹു അദ്ദേഹത്തോട് ചെയ്ത അനുഗ്രഹമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തെ മറ്റൊരു നാട്ടിലേക്ക് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. അങ്ങനെ ഈ 2 പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതിനുശേഷം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും അതിൽ സൂചിപ്പിക്കുകയുണ്ടായി. നൂഹ് നബിയെ അദ്ദേഹം നിരന്തരമായിട്ട് ദീർഘകാലം 9.5 നൂറ്റാണ്ടുകാലം സമൂഹത്തെ പ്രബോധനം ചെയ്തിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിക്കുവാൻ മുന്നോട്ട് വന്നുള്ളൂ. എന്നിട്ട് എന്താണ് ആ സമൂഹത്തിന് സംഭവിച്ചതെന്നും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്ത് സംഭവിച്ചുവെന്നും പറഞ്ഞു. അതൊക്കെ പറയുന്നത് സത്യവിശ്വാസികളുടെ കൂടെ അള്ളാഹു എന്നും ഉണ്ടാവും. അവരുടെ എണ്ണത്തിലല്ല കാര്യം, അവർ പറയുന്ന, അവർ മുറുകെ പിടിച്ചു നിൽക്കുന്ന, അവരുയർത്തിപ്പിടിക്കുന്ന ആദർശ വിശ്വാസം അത് സത്യമാണെങ്കിൽ പടച്ചറബ് എന്നും അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു തത്വമാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ആരൊക്കെയാണോ സത്യത്തെയും സത്യവിശ്വാസികളെയും പറിച്ചറിയുവാൻ വേണ്ടിയിട്ട്, ചുട്ടുകൊല്ലാൻ വേണ്ടിയിട്ട്, എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നത്, അവരാണ് നശിപ്പിക്കപ്പെട്ടത് എന്നുള്ള ചരിത്രം കൂടി പറയുകയായിരുന്നു. ഇനിയും അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുകയാണ്. ഇന്നിവിടെ 2 പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്നു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അതിനെ സംബന്ധിച്ചാണ് 78 മുതൽ 82 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസ് ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. പടച്ചറബ് പ്രത്യേകമായി അനുഗ്രഹം ചെയ്ത, ഒരു പക്ഷേ ലോകത്ത് വേറെ ഒരാൾക്കും ലഭിക്കാത്ത തരത്തിൽപ്പെട്ട പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിച്ച 2 നബിമാർ, 2 പേരെയും ഒരു ആയത്തിൽ ഇവിടെ ആദ്യം പരാമർശിച്ചിട്ട് പിന്നീട് വിശദമായി പറയുന്നുണ്ട്. വദാവൂദ വസുലൈമാൻ. ദാവൂദ വസുലൈമാന എന്ന് പറഞ്ഞത് നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിലേക്ക് ചേർക്കുകയാണ്. കാരണം അതിൻ്റെ മുമ്പൊക്കെ വേറെ ആളുകളെ പറഞ്ഞിട്ടുണ്ട്. മൂസ, ഹാറൂൻ, ഇബ്രാഹിം, ലൂത്ത്, നൂഹ് അലൈഹിമുസ്സലാം, അവരൊക്കെ നേരത്തെ പറഞ്ഞു. ആ കൂട്ടത്തിലേക്ക് ഇത് ദാവൂദിനെയും നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. വസുലൈമാന, ദാവൂദിനെയും സുലൈമാനെയും അലൈഹിമുസ്സലാം നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് യഹ്കുമാനി ഫിൽ ഹർസ്. എന്നിട്ട് അവരുടെ എല്ലാ ചരിത്രമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു പിക്ചർ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്, ഒരു ചിത്രം. നിങ്ങൾ ഓർക്കുക, ഇത് ആ സന്ദർഭം ഓർക്കുക. ഏതാണത്? യഹ്കുമാനി ഫിൽ ഹർസ്. ഹക്കമ യഹ്കുമു എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിക്കുക, ജഡ്ജ്മെൻ്റാണ്. ഇത് യഹ്കുമാനി, അവർ 2 പേരും വിധിച്ച സന്ദർഭം. ഫിൽ ഹർസ്, ഹർസ് എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലമാണ്. ഫിൽ ഹർസ്, ഒരു കൃഷിയുടെ കാര്യത്തിൽ, കൃഷിസ്ഥലത്തിൻ്റെ കാര്യത്തിൽ അവർ 2 പേരും വിധിച്ച സന്ദർഭം ഓർക്കുക. എപ്പോഴാണ് അവർ വിധി നടത്തിയത്? ഇത് നഫഷത്ത് ഫീഹി ഗനമുൽ ഖൗമി. നഫഷ എന്ന് പറഞ്ഞാൽ
രാത്രിയിൽ മേയുക എന്നാണ്. രാത്രി കാലത്ത് ആട്ടിൻപറ്റങ്ങൾ ഒരു കൃഷിയിടത്തിൽ കയറി മേഞ്ഞതിനെ സംബന്ധിച്ച്, അങ്ങനെ അവിടെയുള്ള വിളകളൊക്കെ നശിപ്പിച്ചതിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നഫഷത്ത് ഫീഹി ഖനമുൽ ഖൗമി, ഖനം എന്ന് പറഞ്ഞാൽ ആടുകളാണ്, അൽ ഖൗം ആ ജനതയുടെ, മറ്റേ ആളുകളുടെ എന്നൊക്കെ പറയാം. ആ ആളുകളുടെ ആട് കയറിയിട്ട് കൃഷിസ്ഥലത്ത് കയറിയിട്ട് അവിടുത്തെ വിളകൾ നശിപ്പിച്ച ആ കേസിൽ, ആ സന്ദർഭത്തിൽ അവർ രണ്ടുപേരും വിധി പ്രസ്താവിച്ചത് നീ ഓർക്കുക എന്നാണ് പറയുന്നത്. വകുന്ന ലിഹുകുമിഹിം ഷാഹിദീൻ, നാം ആവട്ടെ, അള്ളാഹു പറയാണ് വകുന്ന, നാം ആവട്ടെ ലിഹുകുമിഹിം അവരുടെ വിധിയിൽ, അവരുടെ ജഡ്ജ്മെൻറ്റിന് ഷാഹിദീൻ സാക്ഷിയാണ്. ജസ്റ്റ് ഇത്രയാണ് അർത്ഥമുള്ളത്. വ ദാവൂദ വ സുലൈമാൻ, ദാവൂദിനെയും സുലൈമാനെയും നാം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും യഹ്കുമാനി ഫിൽ ഹർസ്, ആ കൃഷിയുടെ കാര്യത്തിൽ വിധി പറഞ്ഞ സന്ദർഭം ഓർക്കുക. എപ്പോഴാണ് വിധി പറഞ്ഞത്? ഇത് നഫഷത്ത് ഫീഹി ഖനമുൽ ഖൗമി, ആ ജനതയുടെ ആട്ടിൻപറ്റം അവിടെ കയറിയിട്ട് രാത്രിയിൽ മേഞ്ഞ് നടന്ന സന്ദർഭത്തിൽ, ആ വിഷയത്തിൽ വിധി പറഞ്ഞ സന്ദർഭം. വകുന്ന ലിഹുകുമിഹിം ഷാഹിദീൻ, നാം ആവട്ടെ അവരുടെ ഈ ഹുക്കുമ്, അവരുടെ ജഡ്ജ്മെൻറ്റിന് സാക്ഷിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രവാചകന്മാരുടെ പേരാണ്, ദാവൂദ്, സുലൈമാൻ. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് സുലൈമാൻ. രണ്ടുപേരും പ്രവാചകരാണ്. എന്നിട്ട് സന്ദർഭം ഏതാ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്? ഒരു ജഡ്ജ്മെൻ്റാണ്, ഒരു കോടതിയിൽ വിധി പറയുകയാണ്. എന്താ കേസ്? കേസ് എന്താന്ന്, വിധി എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, കേസ് പറഞ്ഞു. എന്താ കേസ്? അത് ഒരു മനുഷ്യൻ്റെ, ഒരു കർഷകൻ്റെ വിള വേറൊരു കൂട്ടരുടെ ആടുകൾ വന്നിട്ട് രാത്രിയിൽ തിന്നു കളഞ്ഞു. ഈ കേസാണ് ഉള്ളത്. അതിൽ ഇവർ രണ്ടുപേരും വിധി പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നിട്ട് പറയാണ് നാം അവരുടെ വിധിക്ക് സാക്ഷിയായിരുന്നു. ഇത്രയാണ് ഖുർആൻ പറഞ്ഞത്. വിശദാംശമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അതിനെ സംബന്ധിച്ച് പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഒരു വ്യാഖ്യാനം അനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ, അദ്ദേഹമാണ് മകനാണ് സുലൈമാൻ. സുലൈമാൻ നബി അന്ന് അധികാരത്തിലില്ല, അധികാരത്തിൽ ദാവൂദാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടുപേര് രാജാക്കന്മാരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. വെറും പ്രവാചകന്മാരല്ല, രാജാക്കന്മാർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഒരു കേസ് എത്തുകയാണ്. കർഷകൻ വന്നിട്ട് രണ്ടുപേര് കടന്നു വരുന്നു. അയാൾ കേസ് ബോധിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതാ ഇയാളുടെ ഈ ആടുകളുടെ ഉടമസ്ഥൻ, അയാളുണ്ട്, കൂടെ കർഷകനുണ്ട്. കർഷകൻ പറയുകയാണ് ഇയാളുടെ ആടുകൾ രാത്രിയിൽ എൻ്റെ തോട്ടത്തിൽ കയറിയിട്ട് വിളകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. മുന്തിരിത്തോട്ടമാണെന്ന് പറയും, എന്താണെന്ന് അല്ലാഹു ആലം, നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദാവൂദ് ഈ കേസിൽ വിധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ആടുകളെ മുഴുവൻ ഇയാൾക്ക് കൊടുക്കണം എന്നാണ്, കർഷകന് കൊടുക്കണം എന്ന് വിധി പറഞ്ഞു. അപ്പോൾ ഈ വിധി കേട്ട, അല്ലെങ്കിൽ പോകുന്ന സമയം വിധി കേട്ട് പോകുന്നതിന് ശേഷം പോകുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് സുലൈമാൻ ചോദിച്ചു എന്നൊക്കെ പറയുന്നു. ഏതായാലും ശരി, സുലൈമാൻ നബി വിധി തിരുത്തുന്നു. എന്നിട്ട് പറയാണ് അങ്ങനെയല്ല, അതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വിധി പറയും. എന്താണ് ആ വിധി എന്ന് ദാവൂദ് ചോദിക്കുന്നുണ്ട്. സുലൈമാൻ അലൈഹി സ്വലാത്ത് മകനാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിധി അദ്ദേഹം പറഞ്ഞു, അത് ആടുകളെ ഇദ്ദേഹത്തിന് കൊടുക്കാം. ആർക്ക്? ഈ കർഷകന്, തോട്ടമുടമക്ക് ആടുകളെ തൽക്കാലം കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പാലും അതിൻ്റെ വരുമാനമൊക്കെ ഇയാൾക്ക് ഉപയോഗിക്കാം. അതേ സമയത്ത് തോട്ടം ഇയാളെ ഏൽപ്പിക്കണം. ആരുടേതായിരുന്നോ ആട്, ആ ആട്ടുടമസ്ഥന് കർഷകൻ തോട്ടം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം ഇത് നേരെയാക്കി തരുന്നത് വരെ, എന്തായിരുന്നോ നേരത്തെ അവിടുത്തെ ഉണ്ടായിരുന്ന കൃഷി അതേപോലെ കൃഷി ചെയ്ത് ആ പാകത്തിലാവുന്നത് വരെ ആടുകളെ ഇയാൾക്ക് ഉപയോഗിക്കാം, അതിൻ്റെ വരുമാനമൊക്കെ ഇയാൾക്ക് എടുക്കാം. എപ്പോഴാണോ പൂർവ്വസ്ഥിതിയിലെത്തുന്നത് ആ സന്ദർഭത്തിൽ പരസ്പരം കൈമാറണം. ആടിനെ ഇയാൾക്ക് കൊടുക്കണം, തോട്ടം കൊണ്ട് കൊടുക്കണം. അതാണ് ശരിയായ വിധി എന്ന് പിന്നീട് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിച്ചു. അതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. തൊട്ടടുത്ത ആയത്തിൽ കൂടി നോക്കാം, എന്താ പറയുന്നത് നോക്കാം, അപ്പം മനസ്സിലാവും. ഫഫഹംനാഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമാ വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്വയ്ർ വകുന്നാ ഫാഇലീൻ. ഫഫഹംനാഹാ സുലൈമാൻ,
അപ്പോൾ രണ്ടുപേരും വിധി പറഞ്ഞ സന്ദർഭം എന്ന് ഓർക്കുക എന്ന് പറഞ്ഞിട്ട് പറയാം ഫഫഹംനാഹ സുലൈമാൻ. ഫഹ്മ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഗ്രഹിക്കുക എന്നാണ് അല്ലേ? ഫഹമ ഗ്രഹിപ്പിച്ചു. ഫഫഹംനാഹ അപ്പോൾ നാം ശരിക്കും ഗ്രഹിപ്പിച്ചു, തോന്നിപ്പിച്ചു. ആർക്ക്? ഫഹംനാഹ സുലൈമാൻ ആ വിധി, ആ വിഷയത്തിൽ പറയേണ്ട വിധി ശരിക്കും നാം തോന്നിപ്പിച്ചു. അങ്ങനെയാണ് സുലൈമാൻ നബി ഈ വിധി പറയുന്നത്. ഏതാ വിധി പറഞ്ഞ അദ്ദേഹം? താൽക്കാലികമായിട്ട് ഈ നശിപ്പിക്കപ്പെട്ട കർഷകനുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇയാളുടെ ആടുകൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് തോട്ടം ഇയാൾ നേരെയാക്കി കൊടുക്കുന്നത് വരെ ആടുകളുടെ സകല വരുമാനവും ഇയാൾക്ക് ഉപയോഗിക്കാം. നേരെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആടുകളെ തിരിച്ചു കൊടുക്കണം. ഇയാൾക്ക് തോട്ടം കിട്ടി. അതാണ് ശരിയായ വിധി എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാം. അള്ളാഹു പറയാണ് ഫഹംനാഹ സുലൈമാന് നാം അത് ഗ്രഹിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. പക്ഷേ മറ്റേയാൾ മോശാന്നൊന്നുമല്ല. വകുല്ലൻ ആതൈന ഹുക്മൻ വഇൽമ, എല്ലാവർക്കും നാം ഹുക്മും ഇൽമും നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾ അവിടെ ഉള്ളത്. ആർക്കാണ്? ദാവൂദ് ഉണ്ട്, സുലൈമാനുണ്ട്. രണ്ടുപേർക്കും നാം ഇൽമും നൽകി, ഹുക്കുമും നൽകി. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൂത്ത് നബിനെ സംബന്ധിച്ചും നൂഹ് നബിയൊക്കെ ഹുക്കുമും ഇൽമും എന്ന് പറയുന്നുണ്ട്. വിജ്ഞാനവും തത്വജ്ഞാനവും വിധി കാര്യങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ച് പറയാനുള്ള കഴിവൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ സുലൈമാൻ്റെ വിധിയാണ് ഏറ്റവും ഉത്തമമായത് എന്ന് അവിടെ പറയുന്നു, സൂചിപ്പിക്കുന്നു. ഇത്രയാണ് ഖുർആൻ പറഞ്ഞത്. ധാരാളം കഥകളും അതുപോലെ തന്നെ പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങൾ വെച്ച് നടക്കുന്നുണ്ട്. അല്ലാഹു ആലം എന്താണെന്ന്. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അള്ളാഹു പ്രവാചകനായിട്ടും, രണ്ടുപേരും പ്രവാചകന്മാരാണ്, അധികാരികളാണ്, ഭരണാധികാരമുണ്ട്. ദാവൂദിന് അധികാരത്തിന് ശേഷം സുലൈമാൻ നബിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയായിട്ടും ചില വിഷയങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം, പാളിച്ചകൾ. അങ്ങനെ പാളിച്ചകൾ സംഭവിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില വിധികൾ ഒരു കാര്യത്തിൽ വിധി നടപ്പാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിധി പറയുമ്പോൾ, വിധി പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ ഗുരുതരമായൊരു വിഷയം മുമ്പിലെത്തുകയാണ്. അപ്പോൾ ഇതിൽ നീതി തേടി വന്ന ആളുകൾ ഒരു കാര്യം പറയുമ്പോൾ ശരിക്ക് നന്നായി പഠിച്ചിട്ട് അവതരിപ്പിക്കണം. അങ്ങനെ പഠിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ തെറ്റാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിയാൽ ആ തെറ്റ് ഒരു ഗുരുതരമായ തെറ്റാവില്ല, കാരണം ഒരു പാളിച്ചയാണത്. അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഒരു കാര്യത്തിൽ വിധി തീരുമാനിക്കുമ്പോൾ ഇദാ ഹക്കമൽ ഹാക്കിമു ഫജ്തഹദ സുമ്മ അസ്വാബ, ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുകയാണ്. അങ്ങനെ അദ്ദേഹം നന്നായിട്ട് ഇജ്തിഹാദ് നടത്തി. ഇജ്തിഹാദ് എന്നതിന് പറയാം. ശരിക്ക് അതിനെ സംബന്ധിച്ച് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വളരെ പരിശ്രമം നടത്തിയിട്ട് അദ്ദേഹം അസ്വാബ ശരിയായത് വിധിച്ചാൽ ഫലഹു അജ്റാനി, 2 പ്രതിഫലം അയാൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1 ഇജ്തിഹാദിൻ്റെ പ്രതിഫലമാണ്, 2 ശരിയായ വിധി നടത്തി എന്നുള്ളതിന് പ്രതിഫലമാണ്. എന്നാൽ ഇദാ ഹക്കമ വിധിച്ചു, ഫജ്തഹദ അയാൾ നന്നായിട്ട് പരിശ്രമിച്ചിട്ട് തന്നെ വിധിച്ചു, പക്ഷേ സുമ്മ അഖ്തഅ ശരിയായില്ല, വിധി തെറ്റായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫലഹു അജ്റുൻ അയാൾക്ക് 1 പ്രതിഫലമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് ശിക്ഷിക്കപ്പെടില്ല. മറിച്ച് ഇദ്ദേഹത്തിൻ്റെ വിധി അങ്ങനെ ആലോചിച്ച് പഠിച്ചപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അത് വിധിച്ചു. പക്ഷെ പരിശ്രമം ഇല്ലാതെ വിധിക്കുന്നതിനല്ല പറയുക, പക്ഷപാതിത്വത്തോടു കൂടി വിധിക്കുന്നതല്ല ഇത്. മറിച്ച് ഒരു കാര്യം മുമ്പിലെത്തിയപ്പോൾ നന്നായിട്ട് ആലോചിച്ച് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ വിധി ഇങ്ങനെയാണ്. എങ്ങനെ ഒരു വിധി വിധിച്ചാൽ അത് തെറ്റാണെങ്കിൽ പോലും അയാൾക്ക് പ്രതിഫലമുണ്ട്. കാരണം അദ്ദേഹം വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നന്നായിട്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി വിധിച്ചതാണ്. അള്ളാഹു ശിക്ഷിക്കില്ല. അതേസമയത്ത് അദ്ദേഹം പരിശ്രമിച്ച് ശരിയായ വിധിയാണ്, 2 പ്രതിഫലമുണ്ട്. 1 അത് ശരിയായതിനും, 2ാമത്തത് ഇദ്ദേഹത്തിൻ്റെ ഇജ്തിഹാദിനുമെന്ന് ഹദീസിൽ കാണാം. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. അത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാർക്ക് ഇങ്ങനെ വിധി നടത്തിയ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ആരായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം? സുലൈമാൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. ദാവൂദ് ഒരു സാധാരണ ജൂത ഗോത്രത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. പക്ഷേ ആ ചെറുപ്പക്കാരന് പ്രശസ്തനാവുന്നത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചാൽ, ഫിലിസ്തീനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഗോലിയത്തിനെ അല്ലെങ്കിൽ ജാലൂത്തിനെ വധിച്ചത് മുതലാണ്. ത്വാലൂത്ത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ സൂറ അൽ ബഖറയിലെ കാര്യം പറയുന്നുണ്ട്. ഇജ്അൽ ലനാ മലിക്കൻ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അള്ളാഹു പറഞ്ഞയച്ച രാജാവാണ് ത്വാലൂത്ത്. ആ ത്വാലൂത്ത് സൈന്യവുമായിട്ട് ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഫലസ്തീൻ. എന്നിട്ട് നേരിടാൻ വേണ്ടി പോകുന്ന സമയത്ത് കുറേ ആളുകളൊക്കെ മാറി എന്നതും ഒക്കെ കുറേ കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്.
അവരുടെ കൂട്ടത്തിൽ ഈ ജാലൂത്തിനെ, ഗോലിയത്തിനെ ശരിയാക്കാൻ ആരുണ്ട്? ഖതല ദാവൂദു ജാലൂത്ത. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദാവൂദാണ് ഇത് നിർവഹിച്ചത്. അന്ന് മുതലാണ് അദ്ദേഹം പ്രഗത്ഭനായി മാറിയത്. പിന്നീട് ത്വാലൂത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്തുള്ള ഗവർണറാക്കിയിട്ട് നിശ്ചയിക്കുന്നുണ്ട്. ത്വാലൂത്തിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിന് ഭരണാധികാരം തന്നെ അവിടുത്തെ ഗോത്രങ്ങൾ കൂടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ദാവൂദ് ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. ആ ദാവൂദിന് അള്ളാഹു പ്രവാചകത്വവും നൽകി. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദിനേക്കാൾ ഒരുപക്ഷെ വമ്പിച്ച വേറെ പ്രത്യേകത, ദാവൂദിൻ്റെ പ്രത്യേകതകളോട് പറയും, അതിനേക്കാൾ വേറെ പ്രത്യേകമായ കഴിവുകളുള്ള അള്ളാഹു നൽകിയ 2 പ്രവാചകന്മാർ. ധാരാളം അനുഗ്രഹങ്ങൾ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്. അതെന്തൊക്കെയാണെന്ന് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ആളുകളെയും പറയുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മളെ കൊണ്ടുവച്ച ഒരു സീനിലേക്കാണ്. ഇതാ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു കോടതി, ആ കോർട്ടിൽ നടക്കുന്ന ഒരു വിധി, ഒരു ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റിൽ പിതാവിനേക്കാൾ നന്നായിട്ട് വിധി പറയുന്ന മകൻ. എന്നിട്ട് പറയാണ്, കുല്ലൻ ആത്തൈന ഹുക്മൻ വ ഇൽമ, ഇവർക്കെല്ലാവർക്കും നാം ഹുക്കുമും ഇൽമും നൽകിയിട്ടുണ്ട്. വസഖർന, പിന്നെ ആയത്തിൽ നോക്ക്, 79-ാമത്തെ ആയത്തിൽ തന്നെ തുടർന്ന് പറയാണ്, വസഖർന മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്വൈർ വകുന്ന ഫാഇലീൻ. ദാവൂദിന് നൽകിയ സവിശേഷമായൊരു കഴിവിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. 79-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം, വക്കുല്ലൻ ആതൈന ഹുക്മൻ വ ഇൽമൻ എന്ന് പറഞ്ഞതിന് ശേഷം വസഖർന, സഖറ കീഴ്പ്പെടുത്തുക, അധീനപ്പെടുത്തുക, വിധേയമാക്കി നൽകുക. മഅ ദാവൂദ, ദാവൂദിനോടൊപ്പം നാം വിധേയമാക്കി കൊടുത്തു. ദാവൂദിൻ്റെ കൂടെ തന്നെ ആരെ കൊടുത്തു? ആരെയാണ് വിധേയമാക്കുന്നത്? അൽ ജിബാല വത്വൈറ യുസബ്ബിഹ്ന. അൽ ജിബാല യുസബ്ബിഹ്ന വത്വൈർ എന്നാണ്. അൽ ജിബാല വത്വൈറ യുസബ്ബിഹ്ന എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ജിബാലിനെയും ത്വയ്റിനെയും, ജിബാൽ പർവ്വതമാണ്, ത്വയ്ർ പക്ഷിയാണ്, പറവയാണ്. പർവ്വതത്തെയും പറവയെയും യുസബ്ബിഹ്ന, ഏത് അവസ്ഥയിലാണ്? അവ തസ്ബീഹ് ചൊല്ലുന്ന അവസ്ഥയിൽ. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ പ്രകീർത്തനം ചൊല്ലുന്ന അവസ്ഥയിൽ. എങ്ങനെ? ദാവൂദിനോടൊപ്പം. നോക്ക്, വസഖർന മഅ ദാവൂദ അൽ ജിബാല യുസബ്ബിഹ്ന വത്വൈർ, ദാവൂദിനോടൊപ്പം പ്രകീർത്തനം ചെയ്യുന്ന നിലയിൽ പർവ്വതത്തെയും പറവയെയും നാം അദ്ദേഹത്തിനോടൊപ്പം കീഴ്പ്പെടുത്തി കൊടുത്തു. സഖർന അൽ ജിബാല വത്വൈർ. ഇതും സൂറത്ത് സബയിലും സ്വാദിലുമൊക്കെ അള്ളാഹു എടുത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദാവൂദ് അലൈഹിസ്സലാം വമ്പിച്ച സ്വരമാധുര്യത്തിൻ്റെ ഉടമയാണ്. എന്ത് മനോഹരമായിട്ടാണ് കീർത്തനങ്ങൾ ഉരുവിടുക എന്നറിയോ? ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, സഹാബിയാണ്, അദ്ദേഹം ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാണ്. നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. രാത്രിയിൽ അബൂ മൂസൽ അശ്അരിയുടെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ റസൂൽ അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക, മനോഹരമായുള്ള ഓത്ത്. അത് കേട്ടപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ദാവൂദ്. അബൂ മൂസൽ അശ്അരിയോട് പറയാം, അത് പ്രവാചകനാണല്ലോ ഖുർആൻ അവതരിക്കുന്നത്. പക്ഷേ ഈ ഓത്ത് മനോഹരമായ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേട്ട പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ദാവൂദ്, ദാവൂദിന് നൽകപ്പെട്ടതുപോലെയുള്ള മനോഹരമായ സ്വരമാധുരി അല്ലെങ്കിൽ വലിയ ഒരു ആലാപന ശേഷി താങ്കൾക്ക് നൽകിയിട്ടുണ്ടല്ലോ എന്ന് അബൂ മൂസൽ അശ്അരിയോട് പറയുന്നുണ്ട്. ഖുർആൻ പാരായണമൊക്കെ മനോഹരമായ ശബ്ദത്തിൽ വേണം എന്ന് ഹദീസുകൾ ധാരാളമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസാണ് ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ദാവൂദ് എന്ന് പറയുന്നത്. മനോഹരമായ പാരായണം. അങ്ങനെ അദ്ദേഹം സങ്കീർത്തനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളും സങ്കീർത്തനം ചെയ്യുന്നു. പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് സങ്കീർത്തനങ്ങൾ. അത് വേറെ ആർക്കോ കേൾക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ദാവൂദിന് അങ്ങനെ അനുഭവപ്പെട്ടു എന്ന് അല്ലാഹു പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, എല്ലാവരും പ്രകീർത്തിക്കുന്നുണ്ട്. വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, നമ്മൾ സൂറത്ത് ഇസ്രായിൽ പഠിച്ചിട്ടുണ്ട്. വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. എല്ലാ വസ്തുക്കളും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. സൂര്യനുണ്ട് തസ്ബീഹ്, ചന്ദ്രന് തസ്ബീഹുണ്ട്, കാറ്റിനുണ്ട്, മഴക്കുണ്ട്, കല്ലിനുണ്ട്, മരത്തിനുണ്ട്, എല്ലാം. വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു.
പക്ഷെ എന്താണെന്നറിയോ, നമുക്കാർക്കും അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്താണ് അവരുടെ തസ്ബീഹ് എന്ന്. നമുക്ക് കേൾക്കാൻ അറിയില്ല. എല്ലാം തസ്ബീഹ് ചെയ്യുന്നു. പറവകൾ, പക്ഷികൾ, മലകൾ എല്ലാം തന്നെ തസ്ബീഹ് ചെയ്യുന്നു. അതുപോലെ ദാവൂദിൻ്റെ പ്രത്യേകതയായിട്ട് അതുപോലെയല്ല, ഇത് പ്രത്യേകമായിട്ട് വേറെ തന്നെ പറയാണ്. ദാവൂദ് നബി പ്രകീർത്തനം ചെയ്യുമ്പോൾ കൂടെ പ്രകീർത്തനം ചെയ്യുന്നു. ആര്? പർവ്വതങ്ങളും പറവകളും. അതാണ് പ്രത്യേകം എടുത്തു. വസഖർന മഅ ദാവൂദ അൽ ജിബാല യുസബ്ബിഹ്ന വത്വയ്ർ വകുന്നാ ഫാഇലീൻ. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകളുണ്ടല്ലോ, ഈ യുക്തി ഇങ്ങനെ ബുദ്ധിക്ക് നിരക്കുന്നതേ ചില ആൾക്കാർ ഖുർആൻ എടുക്കുള്ളൂ. ഇനി കിട്ടുവത്ത എന്തെങ്കിലും ആണെങ്കിൽ ഇവർ അതിനനുസരിച്ച് വ്യാഖ്യാനം ചോപ്പിക്കും. അല്ലാഹ് ഇവിടെ ഒരു കാര്യം പറയും, അങ്ങനെ നിങ്ങൾ ഇടങ്ങറാവണ്ട. വകുന്നാ ഫാഇലീൻ, ഇതൊക്കെ നാം പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹു പറയാണ് വകുന്നാ ഫാഇലീൻ, നാം അങ്ങനെ ചെയ്യുന്നവനാണ്. ആര്? അള്ളാഹു പറയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ വേണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യും. എന്നിട്ട് വേറെ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധ ക്ഷണിക്കുക. ദാവൂദിന് തന്നെ കൊടുത്ത വഅല്ലംനാഹു സ്വൻഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും ഫഹൽ അൻതും ശാകിറൂൻ. ദാവൂദിന് കൊടുത്ത മറ്റൊരു കഴിവ്. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? അധികാരമുണ്ട് അദ്ദേഹത്തിന്, മാത്രമല്ല അദ്ദേഹത്തിന് മനോഹരമായ ശബ്ദ സൗകുമാര്യം. അതിലൂടെ അദ്ദേഹം പ്രകീർത്തനം ചെയ്യുമ്പോൾ, സങ്കീർത്തനം ചെയ്യുമ്പോൾ മലകളും പറവകളുമൊക്കെ, കിളികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഈ തസ്ബീഹിൽ പങ്കെടുക്കുന്നു. ഇനി പറയുന്നു, അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി കൊടുത്തു. ലോകത്ത് അന്ന് വരെ മറ്റാർക്കും നൽകാത്തൊരു കഴിവാണ്. എന്താ നോക്ക്. വഅല്ലംനാഹു, അല്ലമ പഠിപ്പിച്ചു. അല്ലാഹ് പറയാണ് അല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചു. നമ്മുടെയൊക്കെ ഇൽമ ആരാ നമ്മളെ പഠിപ്പിച്ച്? നമ്മൾ സാധാരണ ഓരോ കാര്യം നേരത്തെ ഇതിൽ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞത്, തൊട്ടുമുമ്പുള്ള ആയത്തിൽ ഫഹംനാ, സുലൈമാൻ നബി ആ വിധി പറഞ്ഞല്ലോ. അങ്ങനെയല്ല, ഇങ്ങനെയാന്ന് പറഞ്ഞല്ലോ. ആരാ പറയിപ്പിച്ചത്? ഫഹംനാഹ, നാം അദ്ദേഹത്തെ ബോധിപ്പിച്ചു എന്നാണ്. അതുപോലെ അല്ലംന, നാം പഠിപ്പിച്ചു. വിജ്ഞാനം എനിക്ക് കിട്ടുകയാണ്, ഒരു പുതിയ അറിവ് കിട്ടുക, അള്ളാഹ് തരുന്നതാണ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, പടച്ചറബേ നീ പഠിപ്പിച്ചതല്ലാത്തൊരു ഇൽമുമില്ല എന്നാണ്. എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ ചില ആളുകൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കും. പടച്ചറബ് അഹങ്കാരികൾ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ പറയാണ് ആ അഹങ്കാരം ഒട്ടുമില്ലാത്തൊരു രണ്ട് മനുഷ്യരെ സംബന്ധിച്ചാണ് പറയുന്നത്. വമ്പിച്ച കഴിവും ലോകത്താജാതി കഴിവായിരിക്കില്ല. ആ കഴിവിൽ ഒന്ന് ഇതാണ്, അല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചു. എന്ത്? സ്വൻഅത ലബൂസ്. സ്വനഅ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, മാനുഫാക്ചറിങ്, അതിനാണ് സ്വനഅ. സുനിഅ എന്ന് പറയാറുണ്ട്. മെയ്ഡ് ഇൻ എന്ന് പറയുമ്പോൾ സുനിഅ ഫീ എന്ന് പറയും. സ്വനഅത്ത്, നിർമ്മാണം പഠിപ്പിച്ചു. എന്തിൻ്റെ നിർമ്മാണം? ലബൂസ്. ലബൂസ് എന്ന് പറഞ്ഞാൽ പടച്ചട്ടക്ക പറയുക. ലിബാസ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ലബൂസ് എന്ന് പറയും പടയങ്കിയാണ്. യുദ്ധത്തിൻ്റെ സമയത്ത്, പിന്നെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുന്ന നേരത്ത് ധരിക്കുന്ന പടയങ്കി. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം വരെ പടയങ്കി ഉണ്ട്. അതിന് മുമ്പൊക്കെ പടയങ്കി ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആ പടയങ്കി ഒരിക്കലും നേരെ നിൽക്കുന്നതാണ്. ഇരുമ്പ് കൊണ്ട് അല്ലെങ്കിൽ അത്തരം ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പടയങ്കി ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല. അതങ്ങനെ തന്നെ നിൽക്കും. അത് ശരീരത്തിൽ ഭയങ്കര പാടാണ്. അത് കൊണ്ട് കെട്ടി നടന്നാൽ തലയിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ പറ്റും. നമുക്കൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഫ്ലെക്സിബിൾ ആകുന്നുണ്ടല്ലേ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. നമ്മൾ ആയാസം നമുക്കൊരു എന്താണല്ലോ അനായാസേന അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പിന്നെ പെരുമാറാനൊക്കെ നല്ലത് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ തുണി ഉപയോഗിക്കുന്നത്. പക്ഷേ യുദ്ധത്തിൻ്റെ സമയത്ത് പടയങ്കി അത് ഇങ്ങനെ ഭയങ്കര നേരെ നിൽക്കുന്ന സ്റ്റിഫായിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ ആകെ പ്രയാസമായിരിക്കും. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രത്യേകമായൊരു നിർമ്മാണ രീതി പഠിപ്പിച്ചു. സ്വൻഅത ലബൂസിൻ, പടച്ചട്ടയുടെ നിർമ്മാണം. എങ്ങനെയാണ് അത് നോക്ക്. അത് സൂറത്ത് പിന്നെ സബയിൽ അത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖദ്ദിർ ഫി സർദ് എന്ന് പറഞ്ഞാൽ കൊളുത്തുകൾ, കുറേ കൊളുത്തുകൾ ചങ്ങല പോലെ പരസ്പരം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച പടയങ്കി. നമുക്ക് മ്യൂസിയങ്ങളിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റും. അത് ഹെൽമെറ്റ് ഉണ്ടാവും, അതിൻ്റെ ശിരോ കവചം ഉണ്ടാവും, അതുപോലെ തന്നെ പടയങ്കി എല്ലാം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നേരെ ലോഹം കൊണ്ടാണ്, പക്ഷേ കൊളുത്തുകളും ആയിരിക്കും ഫുള്ളായിട്ട് ചങ്ങല കണ്ണികൾ പോലെ. അത് ശരീരത്തിനുള്ളിലേക്കൊന്നും പറ്റൂല, എന്നാലോ ഫ്ലെക്സിബിളാണ് താനോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും മറിയാനൊക്കെ എളുപ്പമാണ്. അങ്ങനെയുള്ള പടച്ചട്ടയുടെ ഉപയോഗം നാം പഠിപ്പിച്ചു. നോക്ക്, നിർമ്മാണം പഠിപ്പിച്ചു. വഅല്ലംനാഹു, നാം അദ്ദേഹത്തെ പരിശീലിപ്പിച്ചു, പഠിപ്പിച്ചു. സ്വൻഅത ലബൂസിൻ ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പടയങ്കിയുടെ നിർമ്മാണം പഠിപ്പിച്ചു.
ലിതുഹ്സിനകും മിൻ ബഅസികും. എന്തിനാ? വലിയൊരു കാര്യമല്ലേ. ലിതുഹ്സിനകും, നിങ്ങളെ സംരക്ഷിക്കാനാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഹസ്വന എന്നാണ്, ഹസ്വന. ലിതുഹ്സിനകും, അഹ്സ്വന യുഹ്സിനു, ലിതുഹ്സിനകും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. മിൻ ബഅസികും, നിങ്ങളുടെ പടകളിൽ, നിങ്ങളുടെ യുദ്ധങ്ങളുടെ നേരത്ത്, നിങ്ങൾ പടവെട്ടുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ സ്വൻഅത ലബൂസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പടയങ്കിയുടെ, പടച്ചട്ടയുടെ നിർമ്മാണം നാം അദ്ദേഹത്തെ പഠിപ്പിച്ചു. ആരെ പഠിപ്പിക്കുന്നത്? ഒരു പ്രവാചകൻ, ഒരു ഭരണാധികാരി അദ്ദേഹത്തെയാണ് പഠിപ്പിക്കുന്നത്. ചില ആളുകളൊക്കെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വെച്ചാൽ ഈ ഒരു സാങ്കേതിക ജ്ഞാനമാണത്. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു പടയങ്കി ഉണ്ടാക്കാനുള്ള സാങ്കേതിക തികവ് നാം നൽകി എന്ന് അല്ലാഹു പറയുന്നു. കാരണം വേറെ ആരും അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തില്ല. പടച്ച റബ്ബ് അദ്ദേഹത്തെ തോന്നിപ്പിക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്നു. അതിനുള്ള സൗകര്യങ്ങൾ അല്ലാഹു കൊടുക്കുന്നു. അല്ലംനാഹു സ്വൻഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും. അങ്ങനെ ഇത് ഉപയോഗിക്കുന്നതോടുകൂടെ വലിയൊരു പ്രദേശമൊന്നായിട്ട് അദ്ദേഹത്തിൻ്റെ അധീനതയിൽ വരുന്നുണ്ട്. കാരണം എല്ലാവരും തോറ്റുപോവുക. ശത്രുവിൻ്റെ മുമ്പിൽ ധീരമായിട്ട് പോരാടാൻ കഴിയും ഈ അങ്കി ധരിച്ചാൽ. കാരണം ഇങ്ങോട്ടൊന്നും ഏൽക്കൂല, പോറലേൽക്കൂല, നന്നായിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു പടയങ്കി നിർമ്മാണം ഇദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു. ഫഹൽ അൻതും ഷാക്കിറൂൻ. എന്നിട്ട് അല്ലാഹു ചോദിക്കുക, ഫഹൽ എന്നിട്ടും ആണോ നിങ്ങൾ, ഹൽ അൻതും ഷാക്കിറൂൻ നന്ദിയുള്ളവരാണോ? നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഈ ലോകത്ത്, ഈ പുതിയ കാലത്ത് പലതരത്തിൽപ്പെട്ട ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ നമ്മൾ നേടിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ നേടുന്നതിനനുസരിച്ച് ആൾക്കാർ അഹങ്കാരം കൂടുക ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഭയങ്കരമായ അഹങ്കാരം. അതങ്ങനെ മാത്രമല്ല, ചില ആളുകളൊക്കെ അതിൻ്റെ പേരിൽ നിഗളിച്ച് അഹങ്കരിച്ച് മഹാക്രൂരതകൾ ചെയ്യും. പക്ഷേ ഇവിടെ ഈ നിർമ്മാണം പഠിപ്പിച്ചപ്പോൾ അള്ളാഹു പറയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ നന്ദി ചെയ്യല്ലേ വേണ്ടത്. ഈ നിർമ്മാണം നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട്, ഇങ്ങനെയുള്ളൊരു സാങ്കേതിക വിജ്ഞാനം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങളതിന് ശുക്ർ ചെയ്യല്ലേ വേണ്ടത്. ഫഹൽ അൻതും ഷാക്കിറൂൻ എന്ന് ചോദിക്കുന്നത്, ആ ചോദ്യം എന്നോടും നിങ്ങളോടുമാണ്, മക്കയിലെ മുശ്രിക്കുകളോടാണ്, എല്ലാവരോടുമാണ്. ഫഹൽ അൻതും ഷാക്കിറൂൻ, എന്നിട്ടും നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണോ? ഇത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി പറയുന്നത് സുലൈമാൻ നബിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ദാവൂദിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന് ഭരണാധികാരിയാണ്, മാത്രമല്ല അദ്ദേഹത്തിന് നല്ല സ്വരമാധുര്യം നൽകിയിട്ട് സങ്കീർത്തനങ്ങൾ, അദ്ദേഹം മനോഹരമായി ദൈവകീർത്തനങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളും വരെ ആ സങ്കീർത്തനത്തിൽ പങ്കാളികളാവുന്നു. 2, ഇരുമ്പിൻ്റെ ഉപയോഗമാണ്. അത് ഏറ്റവും നന്നായിട്ട് പടയങ്കി, ഏറ്റവും പുതിയ രൂപത്തിൽ പടയങ്കിയുടെ നിർമ്മാണം ഇദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്ന ആ കാലം ഈ പറഞ്ഞ ഏകദേശം BC 1000 അല്ലെങ്കിൽ 9, 8, 7 നൂറ്റാണ്ടുകളാണ്. ആ നൂറ്റാണ്ടുകളാണ് ഇദ്ദേഹത്തിൻ്റെയും സുലൈമാൻ നബിയുടെ കാലം എന്ന് പറയുന്നത്. ഇനി നോക്കാം, വലി സുലൈമാൻ എന്നുള്ള സുലൈമാൻ നബി കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇനി പറയുന്നത്. വലി സുലൈമാൻ الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. സുലൈമാൻ നബിയുടെ കാര്യം ഇനി പറയുന്നു. ദാവൂദ് നബിയെ സംബന്ധിച്ച് 2 ആയത്തുകളിലായിട്ട് കുറച്ച് പറഞ്ഞു, വിശദമായിട്ടൊന്നും പറയുന്നില്ല, വേറെ സ്ഥലത്തും പരാമർശമുണ്ട്. സുലൈമാൻ നബിയെ പറ്റി എന്താ പറഞ്ഞു നോക്ക്. വലി സുലൈമാൻ, ഇവരൊന്നും സഹിച്ച ത്യാഗത്തെ സംബന്ധിച്ച് ഇവിടെ പറയും. നേരത്തെ നൂഹ് നബിയൊക്കെ എന്തോ ഒരു പ്രബോധനം നടത്തിയിട്ടില്ലേ, എടങ്ങറായിട്ടുണ്ട്. ഇവർ ഭരണാധികാരികളാ, രാജാക്കന്മാരാ, ഇവരെടങ്ങ് ധാരാളം അനുഗ്രഹം അല്ലാഹു ചെയ്തു. പക്ഷേ അനുഗ്രഹം കിട്ടുമ്പോൾ ആളുകൾ സാധാരണ കൃതജ്ഞരാവുക ചെയ്യുക, എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവരായി മാറുക ചെയ്യുക. പക്ഷേ ഇവർ 2 പേരുമോ ഏറെ കൃതജ്ഞതയോടുകൂടെ പടച്ചറബിനെ ഓർക്കുന്നവരാണ്, വമ്പിച്ച അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും. സുലൈമാൻ നബിക്ക് എന്താ കൊടുത്തു നോക്ക്. വലി സുലൈമാന അരീഹ. സുലൈമാൻ, വലി സുലൈമാന സഖർന അലി സുലൈമാൻ. സഖർന എന്നുള്ള വാക്ക് അടുത്തേ നിങ്ങോട്ട് എടുക്കണമല്ലോ. സുലൈമാൻ നബിക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തു അരീഹ, കാറ്റിനെ. എങ്ങനെ? ആസിഫത്തൻ. ആസിഫത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് കൊടുങ്കാറ്റാണ്. ശക്തമായ കാറ്റിനെ നാം സുലൈമാന് കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രി ബി അംരിഹി ഇലൽ അർള്. അത് ആ കാറ്റ് തജ്രി ബി അംരിഹി, അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് സഞ്ചരിക്കുന്നു. ഇലൽ അർളില്ലത്തി ബാറക്നാ ഫിഹ. നേരത്തെ പറഞ്ഞല്ലോ, അല്ലത്തി അർളില്ലത്തി ബാറക്നാ ഫിഹ, നാം അനുഗ്രഹിച്ച,
നാം ഐശ്വര്യം ചെയ്ത ആ നാട്ടിലേക്ക് അത് സഞ്ചരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ച്. വകുന്ന ബിക്കുല്ലി ഷൈഇൻ ആലിമീൻ, നാം ആവട്ടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നന്നായിട്ട് അറിവുള്ളവനാണ്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തീർത്തും ആലോചിക്കാൻ കഴിയാത്ത പലതരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെയെന്നൊക്കെ നമ്മൾ ചോദിക്കും. നമുക്ക് എങ്ങനെയെന്ന് ചോദിക്കുക, പടച്ചറബിന് കഴിയാത്തൊന്നുമില്ല. അങ്ങനെ കഴിയാത്ത കാര്യങ്ങൾ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. എന്താ പറഞ്ഞു നോക്ക്, വലി സുലൈമാന റീഹ ആസിഫത്തൻ, നല്ല കാറ്റിന്, ശക്തിയായി വീശുന്ന കാറ്റിന് ഈ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. അത് തജ്രി ബി അംരിഹി ഇലൽ അർളില്ലത്തി ബാറക്നാ ഫീഹ, നാം അനുഗ്രഹിച്ച നാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പന സഞ്ചരിക്കുന്നു. വകുന്ന ബി കുല്ലി ഷൈഇൻ ആലിമീൻ, അത് നമ്മൾ അതിനെ സംബന്ധിച്ചെല്ലാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നാം നന്നായിട്ട് അറിയുന്നവനാണ് എന്നുകൂടി പറഞ്ഞു. സൂറത്ത് സബയിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ ഈ കാറ്റിൻ്റെ ദൈർഘ്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ വേഗതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. റവാഹു ഗുദുവുഹ ഷഹ്റുൻ വ റവാഹുഹ ഷഹ്റുൻ എന്ന് പറഞ്ഞാൽ അത് പ്രഭാതത്തിൽ ഒരു മാസദൂരം അല്ലെങ്കിൽ ഒരു മാസത്തെ ദൂരം അത് പ്രഭാതത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ പ്രദോഷത്തിലും ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മാസം എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അത് രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, വൈകുന്നേരം അങ്ങനെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു മാസത്തെ വഴി ദൂരം അങ്ങോട്ടെത്താൻ മാത്രം ഒരു മാസം എടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ കാറ്റ്, വളരെ വേഗതയിൽ വീശുന്ന കാറ്റ് പോയി എന്നാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹറ എന്നുള്ള പദം എടുക്കുക. കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മീനിങ് വരാം. ഒന്ന്, കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളർത്തു മൃഗങ്ങളുണ്ടല്ലോ, അത് നമുക്ക് കീഴ്പ്പെട്ടതാണ്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പലതരത്തിൽപ്പെട്ട ഉപകരണങ്ങൾ നമ്മൾക്ക് വിചാരിച്ച രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുക, അത് നമുക്ക് കീഴ്പ്പെടുത്തി തരലാണ്. നമ്മുടെ വാഹനങ്ങളൊക്കെ അല്ലേ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ നമ്മൾ പറയാറുണ്ടല്ലോ. വാഹനം, മൃഗങ്ങൾ ഒക്കെ അത് നമുക്ക് കീഴ്പ്പെടുത്തി, നമ്മൾക്ക് തിരിച്ച് അങ്ങോട്ട് തിരിയൊക്കെ ചെയ്യും. അത് നമുക്ക് കീഴ്പ്പെടുത്തി, അതൊരു നമുക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു കീഴ്പ്പെടുത്തലാണ്. പക്ഷെ അതേ അള്ളാഹു തന്നെ സഖറ എന്നുള്ള വാക്ക് സൂര്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സഖറ ലഹും അല്ലേ അന്നഹാറ വല്ലൈല, രാവും പകലും സൂര്യനും ചന്ദ്രനുമൊക്കെ കീഴ്പ്പെടുത്തി തന്നു എന്ന് അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. അതെന്താ? നമ്മളെ ഇഷ്ടമനുസരിച്ച് സൂര്യൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിന് പറ്റുന്ന വിധത്തിലാണ് സൂര്യൻ അള്ളാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്. എന്ന് പറഞ്ഞാൽ അകലം നോക്കുങ്ങൾ, സൂര്യനെ എവിടെയാണ് വെച്ചത്? ആ അകലം എന്ന് പറഞ്ഞാൽ നമുക്ക് പാകമുള്ള അകല. ആ അകലത്തിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കുറയുകയോ കൂടുകയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ജീവൻ സാധ്യമാവില്ല ഒരു ജന്തുവിനും ഒരു ജീവിക്കും. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് വേണ്ടി പാകമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിൽപ്പെട്ട വിധേയപ്പെടുത്തലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ സുലൈമാൻ നബിക്ക് ഈ കാറ്റിനെ വിധേയമാക്കി കൊടുത്തു പറഞ്ഞാൽ ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടർ പറയുന്നു ഇത് ആദ്യത്തെ വിഭാഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയും കാറ്റിനെ തൻ്റെ ഇഷ്ടമനുസരിച്ച് സഞ്ചരിപ്പിക്കാൻ കഴിവുണ്ട് എന്നവർ തജ്രി ബി അംരിഹി എന്ന് വെച്ചുകൊണ്ട് പറയുന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആയിരിക്കാം. അള്ളാഹു പ്രത്യേകമായ കഴിവ് കൊടുത്താണ്. അപ്പോൾ കാറ്റിനെ അങ്ങനെ സഞ്ചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുലൈമാൻ, ചില ആളുകൾ അതുമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പ്രത്യേകമായൊരു ഇതൊരു സ്ഥലത്ത് കയറി നിന്നിട്ട്, തേരിൽ കയറി നിന്നിട്ട് സുലൈമാൻ നബി കാറ്റിനോട് പറയും ഇങ്ങോട്ട് പോവുക, കാറ്റ് അവരെയും കൊണ്ട് പോവും വേഗത്തിൽ എന്ന് പറയുന്ന ഇത് കാണാം, വ്യാഖ്യാനങ്ങൾ കാണാം. പറയാൻ പറ്റില്ല, ഉണ്ടാവാം, ഇല്ല എന്ന് പറയാൻ കഴിയില്ല, കാരണം ഖുർആൻ അങ്ങനെ പറയുന്നു. വേറെ ഒരു വ്യാഖ്യാനം, അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനമുള്ളത്, അന്ന് നന്നായിട്ട് സമുദ്ര വ്യാപാരം നടന്നൊരു കാലമാണ്. സമുദ്രത്തിലൂടെ ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം, കാർഗോ നടക്കുന്നത് ഏതിലൂടെ എന്ന് വെച്ചാൽ കടലിലൂടെയാണ്. ഇന്ന് നമുക്ക് അത് കപ്പൽ നീങ്ങാനുള്ള യന്ത്രസാമഗ്രികളൊക്കെ ഉണ്ട്. അന്ന് വെറും കാറ്റിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് കപ്പൽ നീങ്ങുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തേക്ക് ഇവർക്കിതാ മാത്രമല്ല, ഈ പ്രദേശം എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ പ്രദേശം എന്ന് പറയുന്നത് രണ്ട് ഭാഗത്ത്, തെക്കോട്ട് യമൻ്റെ ഭാഗത്തേക്ക് അഖബ ഉൾക്കടൽ വഴി ഇങ്ങനെ ചെങ്കടൽ വഴി ഇങ്ങനെ താഴോട്ട് വരാം, തെക്കോട്ട് വരാം, വന്നിട്ട് ഇന്ത്യ പോലുള്ള തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. അങ്ങനെ പോകണമെങ്കിൽ കാറ്റ് മര്യാദയ്ക്ക് കണ്ടേ. നമ്മൾ കേട്ടില്ലേ, നിങ്ങൾ വാസ്കോഡ ഗാമ നമ്മുടെ രാജ്യത്തേക്ക് വന്നത്, ഇങ്ങോട്ട് വന്നപ്പോൾ വേഗത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മെയ് മാസത്തിലാണ് ഏകദേശം വരുന്നത്, ഇവിടെ എത്തുന്നത്.
തിരിച്ചു പോകുന്ന നേരത്ത് അദ്ദേഹത്തിന് കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു, വമ്പിച്ച സമയം. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് പോണത്. അവിടെ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റില്ല. ആളുകളൊക്കെ ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഈ സമയത്ത് പോയിരുന്നു, മൂപ്പര് തിരിച്ചു പോയി ആ സമയത്ത് തന്നെ, അത് എത്താൻ പറ്റിയില്ല എന്നാ. അപ്പോൾ അത് കാറ്റിൻ്റെ ഒരു ദിശ ഉണ്ട്, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാറ്റ് പോകുന്നതിനനുസരിച്ച് പായക്കപ്പലാണല്ലോ, അങ്ങനെ പോവേണ്ടി വരും. അങ്ങനെ പോകുന്ന ഈ രൂപത്തിൽ ഇദ്ദേഹത്തിന് കപ്പലുകൾ ഇദ്ദേഹത്തിന് പറ്റുന്ന രൂപത്തിൽ സഞ്ചാരമാർഗത്തിൽ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം. അത് ഒന്ന് ഇങ്ങോട്ട് യമൻ്റെ ഈ തെക്കോട്ട് ഭാഗത്തേക്കാണ്, ഇന്ത്യ ചുറ്റിയിട്ട്, അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ. മറ്റൊന്നുള്ളത് മെഡിറ്ററേനിയൻ കടലിലാണ്, മധ്യധരണ്യാഴി. അത് റോമാക്കടലിലും കൂടി അതിന് പേരുണ്ട്. ഇറ്റലി റോമൊക്കെ അങ്ങോട്ട് തള്ളി നിൽക്കുന്ന പ്രദേശമാണ് മെഡിറ്ററേനിയനിലേക്ക്. അതിലൂടെയുള്ള പോയിട്ട് അവിടുന്ന് സാധനങ്ങളുമായിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം, ഈ രണ്ട് സൗകര്യങ്ങളും കൊടുത്തു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് പറയുന്ന വ്യാഖ്യാനവുമുണ്ട്. അല്ലാഹു ആലം. പടച്ചറബ് ഒരു കാര്യം തീർത്ത് പറയുന്നു, വലി സുലൈമാന അരീഹ ആസിഫതൻ, കാറ്റിനെ നാം സുലൈമാന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് സുലൈമാൻ നബിക്ക് കൊടുത്തുകൊണ്ടാണല്ലോ, എല്ലാവർക്കും കൊടുക്കുന്നൊരു കാറ്റാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. വലി സുലൈമാന അരീഹ ആസിഫതൻ തജ്രി ബി അംരിഹി ഇലൽ അർളില്ലതി ബാറക്നാ ഫിഹാ വകുന്ന ബികുല്ലി ഷൈഇൻ ആലിമീൻ. സംശയിക്കണ്ട, വകുന്ന ബികുല്ലി ഷൈഇൻ ആലിമീൻ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് ഞാൻ. ആര്? അള്ളാഹു. അപ്പം പെട്ടെന്ന് അതിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനം കണ്ടുപിടിക്കുക, അതങ്ങനെയല്ല, അതിങ്ങനെയാണെന്നൊന്ന് പറഞ്ഞ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. വകുന്ന ബികുല്ലി ഷൈഇൻ ആലിമീൻ. വീണ്ടും സുലൈമാൻ നബിക്ക് കൊടുത്ത മറ്റൊരു അനുഗ്രഹം പറയുന്നു, വമിനശ്ശയാത്വീനി മൻ യഗൂസൂന ലഹു വയഅമലൂന അമലൻ ദൂന ദാലിക വകുന്നാ ലഹും ഹാഫിളീൻ. നോക്ക്, വമിനശ്ശയാത്വീൻ, സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത മറ്റൊരു കാര്യം ചെകുത്താന്മാർ. വമിനശ്ശയാത്വീൻ, ചെകുത്താന്മാരിൽ നിന്ന് മൻ, ചില ആളുകളെ. ആരാത്? യഗൂസൂന ലഹു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. യഗൂസൂന എന്ന് പറഞ്ഞാൽ ഊളിയിടുക, അല്ലെങ്കിൽ മുങ്ങുക എന്നൊക്കെ പറയും, ഡൈവ് ചെയ്യുക വെള്ളത്തിൽ. യഗൂസൂന, അത് ഊളിയിടുന്ന, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഊളിയിടുന്ന ചെകുത്താന്മാരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. വയഅമലൂന അമലൻ ദൂന ദാലിക്, അതല്ലാത്ത മറ്റ് പ്രവർത്തികളും ചെയ്യുന്ന കുറേ ചെകുത്താന്മാരെ. വകുന്നാ ലഹും ഹാഫിളീൻ, തീർച്ചയായിട്ടും നാം അവരെ നോക്കി നടത്തുന്നവരാണ്. ഹാഫിളീൻ, ശരിക്ക് സൂക്ഷിക്കുന്നവരാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത ജിന്നുകളെ സംബന്ധിച്ച് സൂറത്തു സബയിൽ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു ഭാഗമാണത്. സൂറത്തു സ്വാദിലും സബയിലും ഒക്കെ പരാമർശം, നംലിൽ വേറെ പരാമർശമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ജിന്ന് വർഗത്തെ സുലൈമാൻ നബിക്ക് പാകപ്പെടുത്തി കൊടുത്തു. ജിന്ന് ഉണ്ടാവും, ദുനിയാവിലുണ്ട്, നമുക്ക് കാണാൻ കഴിയില്ല. ജിന്നിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദൃശ്യമായ സൃഷ്ടിയാണ്. മനുഷ്യർക്ക്, നമ്മൾക്ക് നഗ്നനേത്രം കൊണ്ട് ജിന്നിനെ കാണാൻ കഴിയില്ല. ജിന്ന് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ വാക്ക് തന്നെ നിഗൂഢമാണ്. പക്ഷേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെ ഏർപ്പാടാക്കി കൊടുത്തു, ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വമ്പിച്ച പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ ചെയ്തത് സൂറത്തു സബയിൽ പരാമർശിക്കുന്നത് വലിയ വലിയ കെട്ടിടങ്ങൾ, തമാസീൽ, ജിഫാനിൻ, അതുപോലെ വലിയ പാത്രങ്ങൾ, ഏതുപോലെ തടാകം പോലെയുള്ള പാത്രങ്ങൾ, കൽ ജവാബ്. അതുപോലെ തന്നെ വലിയ ഉറച്ചു നിൽക്കുന്ന, ഒരു സ്ഥലത്ത് തന്നെ ഉറപ്പിച്ച് നിൽക്കുക, ഒരു നിലക്കും ഇളക്കി മാറ്റാൻ പറ്റാത്ത രൂപത്തിലുള്ള കലങ്ങൾ ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജിന്നുകൾ പണിയെടുക്കുക. ഇവരെ യഗൂസൂന എന്ന് അവിടെ പറഞ്ഞു. ഒന്ന്, ഊളിയിടുന്ന, സമുദ്രത്തിലേക്ക് ഊളിയിട്ടിട്ട് ആഴത്തിൽ നിന്ന് മുത്തും പവിഴവും ഇദ്ദേഹത്തിന് വേണ്ടി ശേഖരിക്കുന്ന എന്ന് വ്യാഖ്യാനം കാണാം. സാധാരണ മനുഷ്യന്മാർക്ക് കഴിയില്ല. ഡൈവിങ്, സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് ഇങ്ങനെ എടുക്കണ എന്തോ ഒരു പണിയുണ്ട് നോക്ക്. ജിന്നുകൾ അതിന് പാകപ്പെടുത്തി കൊടുത്തു സുലൈമാനെ മുങ്ങെന്ന് പറഞ്ഞാൽ മുങ്ങുവരും ചെകുത്താന്മാർ. അപ്പോൾ ചെകുത്താന്മാരുടെ സാധാരണ പണി എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുക, വെറുപ്പ് പരത്തുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെയാണല്ലോ. പക്ഷെ ആ പണിയിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ പിടിച്ചു കൊടുത്തു, സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. ആ പണി കുറച്ച് ഇതൊക്കെ എടുപ്പിക്കുക, നിർമ്മാണാത്മകമായ പ്രവർത്തനം ഇവരെ കൊണ്ട് എടുപ്പിച്ചു. യഗൂസൂന ലഹു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുങ്ങുന്ന, ആ യഗൂസൂനാണ് ഉളിയിടുക, മുങ്ങുന്ന, വെള്ളത്തിൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല എന്നും കൂടി പറയുന്നുണ്ട്. ആഴമേറിയ ഖനികൾ,
വലിയ മൈൻസ്. ആ മൈൻസിൻ്റെ മിനറൽസ് എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഖനിജങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഖനികളിൽ മുങ്ങിയിട്ട് ലോഹമൊക്കെ എടുത്തു കൊണ്ടുവരുന്ന എന്നും പറയുന്ന വ്യാഖ്യാനമുണ്ട്. ഏതായാലും ശരി, അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ജിന്നുകളെ വയഅമലൂന അമലൻ ദൂന ദാലിക്, ഇതല്ലാത്ത പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ധാരാളം പ്രവർത്തനങ്ങൾ. വകുന്ന ലഹും ഹാഫിലീൻ. വേറൊരു കാര്യമുണ്ട്, ജിന്നിനൊക്കെ ഇങ്ങനെ കൊടുത്ത് പണിയൊക്കെ എടുപ്പിക്കാൻ പറ്റുമെങ്കിലും കൂടിയിട്ട് വേറെ എന്തെങ്കിലും ഇവർ ഒപ്പിക്കാതിരിക്കാൻ നാം നോക്കിക്കുണ്ടെന്ന്. വകുന്ന ലഹും ഹാഫി, അള്ളാഹു പറയണം, നാം അവർക്ക് സംരക്ഷകരായിട്ട്, അവരെ സൂക്ഷിച്ചു കൊണ്ടായിട്ട് നാം ഉണ്ട്. കുന്ന ലഹും ഹാഫിലീൻ എന്ന് അള്ളാഹു പറയുന്നു. ഇതാണ് ദാവൂദിനെ പറ്റിയും സുലൈമാൻ നബി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുലൈമാൻ നബിയെ സംബന്ധിച്ച് വേറെ സ്ഥലങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ സൈനിക വ്യൂഹത്തിൽ പക്ഷികളുണ്ടായിരുന്നു. ഹുദ്ഹുദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പക്ഷികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിന്നുകളുണ്ട്. സൈനിക വ്യൂഹത്തിൽ അംഗങ്ങളാണ്, പ്രത്യേക കഴിവാണ്. ഉറുമ്പിൻ്റെ സംസാരം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ്? എല്ലാ വർഗവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഉറുമ്പിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അവർ നടത്തുന്ന ആശയവിനിമയം എന്താണ് മനസ്സിലാക്കാൻ സാധിച്ച പ്രവാചകനായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ പക്ഷിയെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി ആ പക്ഷി സന്ദേശവാഹകനായിട്ട് പോകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക ജിന്നിനെ പറ്റി പരാമർശമുണ്ട്. ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട ഇഫ്രീത്ത് പറയുകയാണ്, ആരാണ് ബിൽക്കീസിൻ്റെ ആ സിംഹാസനത്തെ ഇവിടേക്ക് എത്തിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈ ഇഫ്രീത്ത് പറയും, താങ്കൾ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ വേറൊരു സംഗതിയെ പറ്റി അതാരാന്ന് പറയുന്നില്ല. ഊത്തീത്ത മിനൽ ഇൽമ്, വിജ്ഞാനം നൽകപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്, താങ്കളുടെ കണ്ണ് ഇമ വെട്ടുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചിരിക്കും. അപ്പോഴേക്കെത്തി. വമ്പിച്ച അത്ഭുതങ്ങൾ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. സോളമൻ ദ വൈസ് എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന സുലൈമാൻ നബി, ശാലമോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, വലിയ അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിന് കൊടുത്തത് അള്ളാഹു. നമുക്ക് ആലോചിച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അതിന് വേറെ കുറേ വ്യാഖ്യാനം, ഈ ജിന്ന് അല്ലെങ്കിൽ പിന്നെ ഷെയ്ത്താൻ എന്നൊക്കെ പറയുന്നത് എന്നാൽ പണിയന്മാരാണ്, ആദിവാസികളാന്നൊക്കെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദിവാസികളൊക്കെ മനുഷ്യന്മാർ തന്നെയല്ലേ? മനുഷ്യന്മാരല്ലാത്തതുകൊണ്ടാണ് ഷയാത്തി എന്നൊക്കെ പറഞ്ഞത്. ആദിവാസികൾ ഷെയ്ത്താൻ എന്ന് പറയാം. എന്താ ഇത്? ജിന്ന് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ, അത് മലയിൽ താമസിക്കുന്ന മലവർഗ്ഗക്കാർ, മുത്തന്മാരെന്നൊന്നും പറയണ്ട. അവർക്ക് ജിന്ന് വേറെ നിഗൂഢമായ സൃഷ്ടിയാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഇത് കീഴ്പ്പെടുത്തി കൊടുത്തു. ഈ രണ്ട് പ്രവാചകന്മാർക്കും പടച്ചറബ് ചെയ്ത അപാരമായ നിഅമത്തുകൾ. എന്നിട്ട് എന്താ അവർ ചെയ്തത് നോക്കുകൾ. സുലൈമാൻ നബി അതിൽ പറയുന്നുണ്ട്, സൂറത്തു നംലിൽ അത് കാണാം, സബയിൽ കാണാം. ആ സബ സൂറത്തിൽ പറയുന്നുണ്ട്, ബൽഖീസിൻ്റെ ആ സിംഹാസനം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്, പിന്നെ ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. നമ്മൾ സാധാരണ വീടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അല്ലെ വാഹനത്തിലൊക്കെ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കലുണ്ട്. ആയത്തിൻ്റെ ചെറിയ കഷ്ണം എഴുതിയേക്കുള്ളൂ, ഇതൊക്കെ എൻ്റെ പടച്ചോൻ തന്നാണ്, എന്നിട്ട് അഹങ്കരിക്കുകയായിരിക്കും. സുലൈമാൻ നബി അഹങ്കാരിക്കുകയല്ല ചെയ്യുന്നത്, അഹങ്കാരം വർദ്ധിക്കുകയല്ല. അദ്ദേഹം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റേതാണ്, എനിക്ക് തന്നതാണ്. എന്തിനാ? ലിയബ്ലുവനി, ഇതൊക്കെ എനിക്ക് നൽകിയത് എന്നെ പരീക്ഷിക്കുവാനാണ്. അഷ്കുറു അം അക്ഫുർ, ഞാൻ ശുക്ർ ചെയ്യുന്നവനാണോ അല്ല കുഫർ ചെയ്യുന്ന നന്ദി കെട്ടവനാണോ നന്ദിയുള്ളവനാണോ നോക്കാൻ വേണ്ടി തന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ നൽകിയിട്ട് ഒരു രാജാവിന് കുറച്ച് അധികാരം കിട്ടുമ്പോൾ ഓരോ അഹങ്കാരം നമുക്ക് കണ്ടുകൂടെ? എന്ന് ആലോചിച്ചു നിങ്ങൾ. ഈ ലോകത്ത് ദുനിയാവിൽ കുറേ രാജാക്കന്മാരുണ്ടല്ലോ, ഓർക്ക് എന്ത് കാറ്റാണ്, ഇങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം അവർക്കുണ്ടോ? ഒന്നുമില്ല. പക്ഷേ എത്ര അധികാരത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന, നിരപരാധികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന, നീതി നിഷേധിക്കുന്ന എത്ര ആളുകളെ കാണാൻ പറ്റും? പക്ഷേ പടച്ചറബിനോട് കൂടുതൽ വഴിപ്പെടുകയാണ്. ഓരോ അനുഗ്രഹവും ലഭിച്ചപ്പോൾ ഈ ഭരണാധികാരികളും പ്രവാചകന്മാരുമായ ദാവൂദും സുലൈമാനും ചെയ്തത് എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഓർമ്മിപ്പിക്കുന്നത് ആരോടാന്ന് വെച്ചാൽ മക്കയിലെ മുശ്രിക്കുകളാണ്. അവർ രണ്ട് രൂപത്തിൽ പ്രവാചകനെ പരിഹസിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവനാണ് ഇയാളെന്നാണ് പരിഹസിച്ചത്. അതിന് വേറെ ആൾക്കാർ പറഞ്ഞു, ഒന്നുമില്ലാത്താന്ന് വിചാരിച്ച് നിങ്ങൾ പരിഹസിക്കേണ്ട, ഒന്നുമില്ലാതിരുന്ന ആളുകളൊക്കെ അള്ളാഹു ഏറ്റവും മുന്തിയ ആളുകളാക്കി മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് ഇവരുടെ അഹങ്കാരത്തിലുള്ള കൊട്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് അധികാരം കിട്ടും ഭയങ്കര അഹങ്കാരികളായിട്ട് പടച്ചറബെ തള്ളിപ്പറയാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കൊരു കഴിവുമില്ല. കാറ്റ് അധീനമാക്കിയ, പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്ത, പറവകളെ കീഴ്പ്പെടുത്തി കൊടുത്ത, എന്ത് കാര്യവും വിചാരിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ പാകത്തിൽ ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്ത, നിങ്ങളൊക്കെ ജിന്നുകളെ ഭയങ്കര കാര്യമുണ്ട്. ഈ ജിന്നുകളെ വെച്ചിട്ട് പണിയെടുപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം പോലും അഹങ്കരിച്ചിട്ടില്ല, പടച്ചറബിന് വഴിപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്.
അതുകൊണ്ട് ഈ രണ്ട് പ്രവാചകന്മാരെ സംബന്ധിച്ച് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മകനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടുപേർക്കും പടച്ചിറപ്പ് നൽകിയ അത്യപൂർവമായ അല്ലെങ്കിൽ അപാരമായ നേരത്തെ മാതൃകളില്ലാത്ത തരത്തിൽപ്പെട്ട അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളോട് അവർ കാണിച്ച നന്ദിയെ സംബന്ധിച്ചുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ബാക്കി അതിൻ്റെ വിശദാംശങ്ങളെ തേടിയിട്ട് അതെങ്ങനെയായിരിക്കും ചെകുത്താൻ അങ്ങനെ ഇങ്ങനെ എന്ന് നോക്കിയിട്ട് പോകേണ്ടതില്ല. അള്ളാഹു ഈ ആയത്തുകളുടെ ഒക്കെ അവസാനം പറഞ്ഞു, വകുന്ന ബികുല്ലി ഷൈഇൻ ആലിമീൻ വകുന്ന ലഹും ഹാഫിളീൻ ഫഹൽ അൻതും ഷാക്കിറൂൻ എന്നൊക്കെ അള്ളാഹു അവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്നത് പിന്നെ വേറെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതം ബാധിച്ച പ്രവാചകന്മാർ, വൻപിച്ച ദുരിതങ്ങൾക്കിരയായപ്പോൾ ആ പ്രവാചകന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? ഇവിടെ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച പ്രവാചകന്മാർ അള്ളാഹുവിനോട് ഏറ്റവും അധികം ഇവരെ പരീക്ഷിച്ചത് ദുരിതം കൊണ്ടല്ല, വല്ലാത്ത അനുഗ്രഹം കൊണ്ടായി രണ്ടുപേരെ പരീക്ഷിച്ചത്. പക്ഷേ അതിനേറ്റവും കൂടുതൽ ശുക്റുള്ളവരായിട്ട് അവർ രണ്ടുപേരും ജീവിച്ചു. ഇനി പറയാൻ പോകുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ച് ഏറെ ദുരിതത്തിൽ ജീവിച്ച അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ദന്നൂൻ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചൊക്കെയാണ് അടുത്ത പരാമർശങ്ങൾ വരുന്നത്. അവരുടെ മനോഹരമായ പ്രാർത്ഥനകളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകളെയൊക്കെ ഇതിൽ ക്ലാസ്സിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ നിൻ്റെ ഈ വാക്കുകൾ, നിൻ്റെ വാക്യങ്ങൾ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് പഠിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ, അത് വിജയിപ്പിക്കണമേ റബ്ബേ. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ നീ ശിഫ നൽകണമേ നാഥ. പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗുരുതരമായ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്നവരും വീടുകളിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. പടച്ചറബേ, അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെ ബാധിച്ച എല്ലാ രോഗങ്ങളും പൂർണ്ണമായും ആശ്വാസം നൽകണമേ റബ്ബേ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. പടച്ചറബേ, നീ നൽകിയ ആരോഗ്യത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ മടക്കമെന്നറിയില്ല. ഏത് സന്ദർഭത്തിലാണെങ്കിലും റഹ്മാൻ റബ്ബേ, ഈമാനോടുകൂടെ സന്തോഷത്തോടുകൂടെ നിന്നെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളിൽ നിന്നും യാത്രയായ നിന്നിലേക്ക് തിരിച്ച ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കൾ, അങ്ങനെ പലരുമുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അള്ളാഹുവേ. ഈ ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ അല്ലാ. പടച്ചറബേ, നീ കാരുണ്യവാനാണ്. അവരുടെ എല്ലാ തിന്മകളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൻ നഈമിൽ സമ്മേളിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുവേ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ദീനിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന, അതിൻ്റെ അന്തസ്സിന് ക്ഷതമേൽപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാ. അതിക്രമകാരികളായ, അഴിമതിയുടെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും വംശീയതയുടെയൊക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ അല്ലാ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ എത്രയോ നാളുകളായി, പതിറ്റാണ്ടുകളായി കടുത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ ജനിച്ചു വളർന്ന നീ അവർക്ക് നൽകിയ അവരുടെ മണ്ണിൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാൻ, അവർക്ക് അന്തസ്സോടുകൂടെ ജീവിക്കുവാൻ പറ്റിയൊരു സാഹചര്യം നീ സൃഷ്ടിക്കണമേ നാഥ. അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ റബ്ബേ. മസ്ജിദുൽ അഖ്സയുടെ, ഞങ്ങളുടെ ആദ്യത്തെ ഖിബ്ലയുടെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന ലലംന അൻഫുസന وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا وقلبا خاشعا ولسانا ذاكرا اللهم طهر قلوبنا من النفاق وأعمالنا من الرياء
وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.